കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുവെങ്കിലും സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോഴും പരസ്പരം പോർവിളികളും വെല്ലുവിളികളും വാഗ്ദത്വങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്നതാണ് SDP-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സൈബർ അണികൾ തമ്മിലുള്ള വാക്തർക്കങ്ങൾ അല്ലെങ്കിൽ പരസ്പരം വാഗ്ദത്വങ്ങൾ. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്നുള്ളത്? ജമാഅത്ത് ഇസ്ലാമിയും SDP-യും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അല്ലെങ്കിൽ നിലവിൽ പരസ്പരമുള്ള ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ എന്താണ് എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതിൻ്റെ തുടക്കം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ SDP-ഐ സ്വീകരിച്ച നയനിലപാടുകൾ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി തോന്നുന്നത്. കാരണം ജമാഅത്ത് ഇസ്ലാമി പരിപൂർണമായിട്ടും UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ്, അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരിപൂർണമായിട്ടും UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നും വിഭിന്നമായി സ്വന്തം നിലക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുകയും 35ഓളം മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും ബാക്കിയുള്ളിടത്തേക്ക് സ്വതന്ത്രമായി നിലപാട് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് അത് SDP ആണ്. ആ SDP-യുടെ ആ സ്വതന്ത്രമായ നിലപാട് LDF-ന് അനുകൂലമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഉണ്ടായതോടുകൂടിയിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മീഡിയ വണ്ണും അതിൻ്റെ സൈബർ ഹാൻഡിലുകളും SDP-ക്കെതിരെ തിരിഞ്ഞത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കഴിഞ്ഞ ദിവസം മീഡിയ വൺ പുറത്തിറക്കിയ അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശകലനത്തിൽ പറഞ്ഞിട്ടുള്ള, അവരുടെ പരസ്യമായി കൊടുത്തിട്ടുള്ളത് കേരളത്തിലുള്ള ഇടതുമുന്നണിയുടെ ഡീൽ ഞങ്ങൾ പൊളിച്ചുവെന്നാണ്. അപ്പോൾ ഡീൽ ആരോപണം കൊണ്ടുവന്നത് ആദ്യമായിട്ട് മീഡിയ വണ്ണും വെൽഫെയർ പാർട്ടിയും ഒക്കെ ചേർന്നുകൊണ്ടാണ്, ജമാഅത്ത് ഇസ്ലാമിൻ്റെ അണികളാണ്. എന്താണ് ഇവിടെ അവർ ഡീൽ ആരോപണമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്? നമ്മൾക്ക് വിശദമായി പരിശോധിക്കാം. ഒന്നാമത്തെ, നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഡൽഹിയിലുള്ള മാധ്യമ പ്രവർത്തകനും ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹസനുൽ ബന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പിടുന്നു. ആ കുറിപ്പ് മഞ്ചേശ്വരം മുതൽ തിഹാർ വരെ എന്നതായിരുന്നു ആ കുറിപ്പിൻ്റെ രൂപം എന്നുള്ളത്. അതിൽ വ്യക്തമാക്കുന്നത്, അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്, മഞ്ചേശ്വരം നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റിൽ SDP-ഐ മത്സരിക്കുന്നതും SDP-ഐ ദേശീയ പ്രസിഡന്റായ MK ഫൈസിക്ക് തിഹാർ ജയിലിൽ നിന്നും മോചനമുണ്ടായത് അടുത്ത കാലത്താണ്. ഇത് ഡീലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്, ഇതാണ് ഡീൽ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. അഥവാ PMLA ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട MK ഫൈസി 10 മാസത്തോളം ജയിലിൽ കിടന്നു. സ്വാഭാവികമായിട്ടും കോടതി നടപടിക്രമങ്ങൾ ഉണ്ടായി. കോടതികളിൽ നിന്നും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. കേസ് നിലനിൽക്കുന്നതല്ലെന്നുള്ള നിലപാട് കോടതി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ 10 മാസം ജയിലിൽ കിടന്ന MK ഫൈസിക്ക് നിയമാനുസൃതം നേടിയ ജാമ്യത്തെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിൻബലമുള്ള മാധ്യമ ദിനപത്രത്തിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ ഡൽഹി ലേഖകനായ ഹസനുൽ ബന്ന മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വമായി കൂട്ടിക്കെട്ടിയത്. ഇതാണ് ഇതിൻ്റെ തുടക്കം എന്നുള്ളത്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് മീഡിയ വൺ തുടർന്ന് നടത്തിയ വ്യാഖ്യാനങ്ങളാണ്. മഞ്ചേശ്വരം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉത്തരവാദപ്പെട്ട ഷൂറ അംഗം കൂടിയായ C ദാവൂദ് മീഡിയ വണ്ണിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹം ആ ചർച്ചയിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന അവരുടെ പരിപാടിയിൽ പറഞ്ഞത്, മഞ്ചേശ്വരത്ത് അഷ്റഫ് ബഡാജ എന്നുള്ള അപരനാമത്തിൽ MK അഷ്റഫ് ആയിട്ടാണ് മത്സരിക്കുന്നത്. അവിടെ അതിനേക്കാൾ ജനകീയ പിന്തുണയുള്ള ആളുകളെ SDP-ഐ സ്ഥാനാർത്ഥിയാക്കാതെ അഷ്റഫ് എന്നുള്ള പേര് ഉള്ള ആളെ നോക്കിയൊക്കെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ദുരൂഹതയാണ് എന്നും ഇത് പലതും സംശയമുളവാക്കുന്നതാണെന്നും ദാവൂദ് അദ്ദേഹത്തിന്റെ ചർച്ചയിൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് MK അഷ്റഫ് എന്ന് തന്നെയായിരുന്നു. 2010 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വാർഡിലേക്ക് നടന്ന മത്സരത്തിൽ മത്സരിക്കുകയും ആ വാർഡിൽ അദ്ദേഹത്തിന്റെ പേര് എന്നുള്ളത് MK അഷ്റഫ് എന്ന് തന്നെയായിരുന്നു. ഇതിനെയാണ് അഷ്റഫ് ബഡാജെ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നും AKM അഷ്റഫ് എന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ അപരനായി നിൽക്കുന്നത് പോലെയാണ് SDP-യുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായതെന്നും ദാവൂദ് പറഞ്ഞത്. ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. രണ്ടാമത് ദാവൂദ് മറ്റൊരു ആരോപണം കൂടി ഉയർത്തിക്കൊണ്ടുവന്നു. അത് കള്ളങ്ങളായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഷ്റഫ് ബഡാജെ മത്സരിച്ചിരുന്നു എന്നാണ് ദാവൂദ് പറഞ്ഞത്.
ഇത് ദാവൂദിന് ഇത്തരം വിവരങ്ങൾ കൊടുക്കുന്നത് ജമാഅത്തി സൈബർ ഹാൻഡിലുകളാണ്. അത് അദ്ദേഹം വന്ന് ചാനലിൽ വന്ന് ഉത്തരവാദിത്തോടു കൂടി പറയുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. എന്നാൽ അഷ്റഫ് ബഡാജ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല എന്നുള്ള കാര്യം പിന്നീട് വ്യക്തമാവുകയും ദാവൂദ് പറഞ്ഞത് കള്ളങ്ങളാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ദാവൂദ് അതിനെ തിരുത്തുന്നത് വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിനെ തിരുത്തുകയല്ല ദാവൂദ് ചെയ്യുന്നത്, അതിന്റെ മറ്റു വശങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഒന്നാമത്തെ അദ്ദേഹം പറഞ്ഞ അഷ്റഫ് ബഡാജ എന്നയാൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. 2010 അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് MKM അഷ്റഫ് തന്നെയായിരുന്നു. അഷ്റഫ് ബഡാജയെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ്. അതിൽ ഗൂഢാലോചന തിയറി കൊണ്ടുവന്നത് ഈ ദാവൂദ് അടക്കമുള്ള ആളുകളാണ്. ഇതിന്റെ ആദ്യം മുതൽ തന്നെ അസനുൽ ബന്ന ഡൽഹിയിൽ നിന്നും ഇത്തരം ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നതും പിന്നീട് ദാവൂദ് മഞ്ചേശ്വരത്തെ പശ്ചാത്തലമാക്കി അത് വീണ്ടും ആളിക്കത്തിക്കുന്നതും നമുക്ക് കാണാം. മൂന്നാമത്തെ സംഗതി, ഇതേ വിഷയം മുൻനിർത്തി മീഡിയ ഓണിൽ തുടർച്ചയായ ചർച്ചകളും വാർത്താ വിശകലനങ്ങളും ഓരോ ദിവസവും 10, 20, 30, 40 ബൈറ്റുകളും LDFന്റെയും UDFന്റെയും ആളുകളെയും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെയും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും ഒക്കെ നിരന്തരം കണ്ടുകൊണ്ട് SDPIയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുകയും അവരുടെ വായിൽ നിന്നും വീഴുന്ന എന്തെങ്കിലും SDPIക്കെതിരായ കാര്യങ്ങൾ കിട്ടിയാൽ അതിനെ ടാഗ് ലൈനായി കൊടുത്തുകൊണ്ട് ഹെഡിങ്ങായി ക്യാപ്ഷനായും കൊടുത്തുകൊണ്ട് അത് പ്രചരിപ്പിക്കുകയാണ് പിന്നീട് മീഡിയ വൺ ചെയ്തത്. ഇതിൽ തന്നെ അവരുടെ എഡിറ്റോറിയൽ ബോർഡ് നടത്തുന്ന ചർച്ചയിൽ അവർ ഡീൽ ആരോപണം ഒന്നും കൂടി കർശനമായി ഉയർത്തുന്നു എന്നുള്ളതാണ്. അതായത് SDPI BJPക്ക് വേണ്ടി ഡീൽ ഉണ്ടാക്കുന്നു എന്നാണ് അവർ പറഞ്ഞതിന്റെ പൊരുൾ. അത് മീഡിയ വണ്ണിന്റെ ആങ്കർമാരായ നിഷാദ് റാവുത്തറോ അല്ലെങ്കിൽ SA അജിംസിനെ പോലെയുള്ള ആളുകൾ വീണ്ടും ആവർത്തിക്കുകയും ജിമ്മിയെ പോലുള്ള ആളുകൾ അത് ഒന്നും കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. അഥവാ മീഡിയ വൺ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ SDPIയെ ലക്ഷ്യമാക്കി കൃത്യമായിട്ട് പ്രവർത്തിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മീഡിയ വണ്ണിനും ജമാഅത്ത് ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും UDFന് പിന്തുണ കൊടുക്കുകയും UDFന്റെ സർക്കാർ VD സതീശന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരണമെന്നുള്ള ആഗ്രഹവും ഉണ്ടായിരിക്കാം. പക്ഷേ അതിനുവേണ്ടി മറ്റൊരു പ്രസ്ഥാനത്തെ കരിവാരി തേച്ച് അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ മീഡിയ വൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ പ്രസ്ഥാന അനുയായികളും ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഡൽഹിയിൽ തിഹാറിൽ ജയിലിലുള്ള നിരവധി പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ നേതാക്കളുണ്ട്. SDPIയുടെ പ്രഥമ ദേശീയ പ്രസിഡന്റായ അബു സാഹിബ് അടക്കമുള്ള ആളുകൾ തിഹാർ ജയിലിലാണ്. അവരൊക്കെ തിഹാർ ജയിലിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടിയാണ് ഈ ഡീൽ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ആരോപണം മീഡിയയിലൂടെ അവരുടെ ചാനലിലൂടെ യഥാർത്ഥത്തിൽ വളരെ ദുഷ്ടലാക്കോടുകൂടി നടത്തിയ വ്യാജ ആരോപണങ്ങൾ തുടരുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ UAPA കേസിൽ ജയിലിൽ കിടക്കുന്ന ആളുകൾ അവരുടെ നിയമാനുസൃതമായ നിയമ പോരാട്ടം കോടതികളിൽ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബൂബക്കർ അടക്കമുള്ള അവരുടെ നേതൃത്വങ്ങൾ നിരന്തരമായി എഴുതുന്ന എഴുത്തും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവർക്കൊക്കെ അറിയാവുന്നതാണ്. അതൊന്നും ഇവർ ഒരിക്കലും പ്രസിദ്ധീകരിക്കാറോ പറയാറോ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അഥവാ ഇവിടെ വിശദമായി തന്നെ കൃത്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ മീഡിയ വണ്ണിലൂടെ പുറത്തു വരുന്നതാണ് കാണുന്നത്. അത് SDPIയെ മുൻനിർത്തിയും അതിന്റെ നേതൃത്വത്തെ മുൻനിർത്തിയുമാണ്. ഇന്ത്യയിൽ ഇതുവരെയും സംഘപരിവാറുമായി ഫാസിസ്റ്റുകളുമായി RSSുമായി ഒരു രീതിയിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ അനുരഞ്ജനങ്ങൾക്കോ തയ്യാറാവാത്ത രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള നിലക്കും ഉത്തരവാദപ്പെട്ട പ്രസ്ഥാന നേതൃത്വം എന്നുള്ള നിലക്കും SDPI ചരിത്രത്തിൽ ഇന്നേ വരെ അത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ജമാഅത്ത് ഇസ്ലാമി RSSന്റെ രണ്ടാം നിര നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് പുറത്തു വന്ന കാര്യമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥിരമായിട്ട് അവരുടെ വേദികളിൽ RSSന്റെ ആളുകൾക്ക് സ്ഥാനമുണ്ടാവാറുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് RSSുമായി നടത്തിയ ചർച്ചകളൊക്കെ പുറം ലോകത്ത് വന്നതാണ്. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിവുകളോട് കൂടി പുറത്തു വരുന്നതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളെപ്പോലെ തന്നെയാണ് SDPI നേതാക്കളെന്നും അവർ മോശക്കാരാണ് എന്നും ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു പദ്ധതി ജമാഅത്ത് ഇസ്ലാമി നടപ്പിലാക്കിയതെന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്ന് ഇവിടെ മനസ്സിലാക്കേണ്ട, അതിനുശേഷം തലശ്ശേരിയിലെ കരായി രാജന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ്. കരായി രാജനെതിരെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു നെറേറ്റീവ് ഇവരുണ്ടാക്കുന്നു.
യഥാർത്ഥത്തിൽ CPM ഫസൽ കൊലക്കേസിലെ ഗൂഢാലോചന കേസിൽ 8ാം പ്രതിയായ കരായി രാജനെ സ്ഥാനാർത്ഥിയാക്കുകയും തലശ്ശേരി എന്ന അവരുടെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നിയമസഭയിൽ എത്തിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാണ്. പക്ഷേ ഇവിടെ SDPI അതിനോട് സമരസപ്പെടുന്നു എന്നത് പറയുന്നത് തീർത്തും തെറ്റായ കാര്യമാണ്. തലശ്ശേരി മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിയായി AC ജലാലുദ്ദീൻ മത്സരിക്കുകയും അവിടെ അവർക്ക് കെട്ടിവെക്കേണ്ട തുക പോലും നൽകിയിട്ടുള്ളത് ഈ ഫസലിന്റെ ഭാര്യ തന്നെയാണ്. അപ്പോൾ അതും ഒരുപാട് വ്യാജങ്ങൾ നിറഞ്ഞ പ്രചരണമായിരുന്നു. അതിനുശേഷം അവിടെ ഫസൽ വധവുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റൊരു സംഭവത്തിൽ സാലിം എന്ന CPM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ 8 NDF പ്രവർത്തകരെ കുറ്റക്കാരില്ലെന്ന് കണ്ടെത്തി കോടതി വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുണ്ടായി. ഇതും വീണ്ടും ദാവൂദിന്റെ നേതൃത്വത്തിൽ അവരുടെ എഡിറ്റോറിയൽ ബോർഡ് ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ച ചെയ്തു. അതിൽ ദാവൂദ് വീണ്ടും പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞു. ദാവൂദ് ആ ചർച്ചയിൽ പറഞ്ഞത്, തലശ്ശേരിയിൽ ഫസൽ കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ അവിടെ പെരുന്നാളിന്റെ പർച്ചേസിന് വേണ്ടി എത്തിയെന്നും അവിടെ വളരെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നിരവധി ഇവരുടെ NDFന്റെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നുവെന്നും ആ പ്രവർത്തകർ അവിടെ തലശ്ശേരിയിലെ സർക്കാർ ആശുപത്രിക്ക് മുമ്പിൽ തടിച്ചുകൂടിയപ്പോൾ അവിടെ ഒരു മതിൽ കയറി നിന്നുകൊണ്ട് മൈക്ക് ഒന്നുമില്ലാതെ അന്നത്തെ ഇതിന്റെ ചെയർമാനായ നേതാവായ അബൂബക്കർ പ്രസംഗിച്ചെന്നും ഈ പ്രശ്നത്തിൽ ഈ കൊലക്ക് പിന്നിൽ CPM ആവരുത് എന്ന് അദ്ദേഹം പ്രസംഗിച്ചുമെന്നാണ് ദാവൂദ് പറഞ്ഞത്. ഇത് പച്ചക്കള്ളമാണെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, അബൂ സാഹിബ് അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല ഈ പ്രസംഗം നടത്താൻ എന്നുള്ളത് പിന്നീട് തെളിഞ്ഞു. അബൂ സാഹിബ് തന്നെ അദ്ദേഹത്തിന്റെ മകൻ എഴുതിയ കുറിപ്പിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാക്കാം, അത് തിരുത്താൻ പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. രണ്ടാമത്, അവിടെ അവിടെയുള്ള ആളുകളെ നോക്കി ഇത്തരം ഒരു പ്രസംഗം നടത്തിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ കൊലപാതകം നടന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആഭ്യന്തരമന്ത്രിയും അന്നത്തെ സംവിധാനവും മുൻനിർത്തി ഇതിന് പിന്നിൽ RSS ആണെന്നുള്ള സംശയമാണ് ഉയർന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം പ്രതിഷേധങ്ങൾ ആ സമയത്ത് ഉണ്ടായിരിക്കാം. അതല്ലാതെ ഈ ദാവൂദ് പറയുന്നത് പോലെയുള്ള ഇത്തരം ഒരു പ്രസംഗം അവിടെ ആരും നടത്തിയിട്ടില്ല എന്നും അബൂ സാഹിബ് ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നില്ല എന്നും വ്യക്തമായ കാര്യമാണ്. പിന്നീട് ദാവൂദ് അത് തിരുത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിച്ചുകൊണ്ട് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. അഥവാ ഫസലിന്റെ കൊലപാതകം നടന്ന് തലശ്ശേരിയിൽ താൻ എത്തിയത് പെരുന്നാളിന്റെ പർച്ചേസിന് വേണ്ടിയാണെന്നും അവിടെ രാവിലെ മാത്രം ഉണ്ടായിരുന്ന ആശുപത്രി നടപടികൾ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതാണ് ഫസലിന്റെ മൃതദേഹമെന്നും വ്യക്തമായ കാര്യമാണ്. ഈ സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകനോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആളായിട്ടല്ല ദാവൂദ് എത്തുന്നത്. ഒരു രീതിയിലും സാധ്യതയില്ലാതെ അല്ലെങ്കിൽ എന്തോ കാരണങ്ങൾ കൊണ്ട് തലശ്ശേരിയിൽ പെരുന്നാൾ പർച്ചേസിന് എത്തിയത് കൊണ്ട് മാത്രം ഈ കാഴ്ചകൾ കണ്ടു എന്നുള്ള രീതിയിൽ കഥകൾ അവതരിപ്പിക്കുകയാണ് ദാവൂദ് ചെയ്യുന്നത്. അതായത് താൻ പറയുന്നത് സത്യങ്ങളാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നുവെന്ന് സ്ഥാപിക്കുകയാണ് യഥാർത്ഥത്തിൽ ദാവൂദ് ചെയ്യുന്നത്. കുറ്റ്യാടിയിലോ നാദാപുരത്തോ ഉണ്ടായിരുന്ന ദാവൂദ് പെരുന്നാളിന്റെ തലേന്ന് ഇത്തരം ഒരു സംഭവം നടന്നിട്ടും തലശ്ശേരിയിൽ തന്നെ രാവിലെ ഈ സംഭവം നടക്കുന്നത് 4 മണിയോട് കൂടിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കാം ആശുപത്രി നടപടികളിൽ ഉണ്ടായത്. ഏതായാലും 6 മണിയോ 7 മണിയോ 8 മണിയോ ഈ സമയത്ത് തന്നെ ദാവൂദ് തലശ്ശേരിയിൽ എത്തിയെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം പറയുന്ന കഥകളും പലപ്പോഴും സത്യമല്ലെന്ന് ഒന്നും കൂടി ബോധ്യപ്പെടുത്തുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ 8 മണിക്ക് അവിടെ പ്രതിഷേധ പ്രകടനം നടന്നു. തുടർന്ന് ആ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്നുമാണ് അവിടെ സന്നിഹിതരായിരുന്ന പലരും പറഞ്ഞത്. അന്ന് അവിടെ പ്രസംഗിച്ചു എന്ന് പറയുന്ന മഹറൂഫ് എന്ന ആൾ തന്നെ പിന്നീട് വോയിസ് ക്ലിപ്പിൽ പറയുന്നത് അവിടെ അത്തരം ഒരു പരാമർശം നടത്തിയിട്ടില്ല. പിന്നീട് ആഴ്ചകൾക്ക് ശേഷം നടന്ന പ്രസംഗത്തിലാണ് ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞത് എന്നതാണ്. അഥവാ അന്ന് തലശ്ശേരിയിൽ പ്രസംഗം അത്തരം ഒരു പരാമർശമേ നടത്താത്ത കാര്യം ദാവൂദ് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്. വീണ്ടും നുണകൾ പറയുകയാണ്. എന്നിട്ട് അത് ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിൽ അവസാനമായിട്ട് പറയുന്നത് തലശ്ശേരി ഫസലും വധവുമായി ബന്ധപ്പെട്ട ചില ഉള്ളുകളികളും കൊടുക്കൽ വാങ്ങലുകളും ഇനിയും ഒരുപാട് ഉണ്ടാകും, അതൊക്കെ പുറത്തുവിടാനുള്ള സമയമാണ് എന്നതാണ്. വീണ്ടും സംശയത്തിന്റെ മുൾമുനയിൽ SDPIയെയും അതിന്റെ നേതാക്കന്മാരെയും ഇന്ന് തിഹാറിൽ ജയിലിൽ കിടക്കുന്ന അബൂ സാഹിബ് അടക്കമുള്ള ആളുകളെയും ദാവൂദ് വീണ്ടും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണ് ചെയ്തത്. അഥവാ ജമാഅത്ത് ഇസ്ലാമി ഷൂറ അംഗം കൂടിയായിട്ടുള്ള ദാവൂദ് വീണ്ടും
ഗൂഢാലോചന സിദ്ധാന്തം ഉയർത്തിക്കൊണ്ടുവരികയും സംശയത്തിന്റെ മുൾമുന നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പ്രസ്ഥാനത്തെയും അതിൻ്റെ ആളുകളെയും സംശയത്തിന്റെ ദിക്കിൽ നിലനിർത്താൻ ഒന്നും കൂടി അതിനുതകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഗൂഢാലോചന അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നതാണ് കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും SDPIയുടെയും പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി എന്നതാണ് ഇതിന്റെ മറ്റൊരു വസ്തുത. അതിപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ തുടക്കം എന്നുള്ളത് ഹസനുൽ ബന്ന, മീഡിയ വൺ, സി ദാവൂദ്, തുടർന്ന് മീഡിയ വൺ നടത്തിയ SDPI വിരുദ്ധമായ അല്ലെങ്കിൽ SDPIയെ കുറ്റക്കാരും മോശക്കാരുമാക്കി ചിത്രീകരിക്കാൻ തുടർച്ചയായി നടത്തിയ ചർച്ചകളും പ്രചരണങ്ങളുമാണ്. അതോടൊപ്പം തന്നെ നിഷാദ് റാവുത്തർ എന്ന അതിന്റെ ഒരു ആങ്കർ തുടർച്ചയായി CPM പ്രതിനിധിയോട് SDPI തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറ എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI UDFനെയാണ് പിന്തുണച്ചത്. അന്ന് UDF പ്രതിനിധിയെ വിളിച്ചുകൊണ്ട് നിങ്ങൾ SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറ, തീവ്രവാദികളുടെ പിന്തുണ വേണ്ട എന്ന് പറയാ എന്നുള്ള ചോദ്യം നിഷാദ് റാവുത്തർ ചോദിച്ചിട്ടില്ല. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. അത് വരും വീഡിയോകളിൽ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നതായിരിക്കും.